I'm back again. I'm very Ranjit. ഞാൻ എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റി ഹെൽത്തി കേക്കാണ്. സോ ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്ക് എ വെരി ഹെൽത്തി delicious wheat jaggery cake today. അപ്പോൾ the person who can't eat sugar and all, they can eat this cake without any worry. Here I'm not using any ghee, here I'm not using any sugar, here I'm not using any maida. So that is completely healthy. I'm using wheat flour and jaggery. അപ്പോൾ നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ശർക്കരയാണ്. നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, മൈദ യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഒക്കെ വരികയാണ്, ഡിസംബർ ആവാറായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നോർമലി നമ്മൾ ഷുഗർ ഒക്കെ കഴിക്കാൻ വയ്യാത്ത ഒരുപാട് പേര് വീട്ടിലുണ്ടാവും, പലരും ഒക്കെ കേക്ക് ഒക്കെ കഴിക്കാൻ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു സോ മച്ച്. So let's try how to make a very delicious wheat jaggery cake. Thank you. Hi friends. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ഈസി ആയിട്ടുള്ള നമ്മളുടെ വീറ്റ് ജാഗറി ഡ്രൈ ഫ്രൂട്ട്സ് കേക്കാണ്. ഞാനിവിടെ മൈദ യൂസ് ചെയ്യുന്നില്ല, ഷുഗർ യൂസ് ചെയ്യുന്നില്ല, ബട്ടറും യൂസ് ചെയ്യുന്നില്ല, ഘീ യൂസ് ചെയ്യുന്നില്ല, എഗ്ഗും യൂസ് ചെയ്യുന്നില്ല. അപ്പം വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി. ഇവരുമൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ആർക്കും കഴിക്കാവുന്നതാണ്. ക്രിസ്മസ് ഒക്കെ വരികയാണ്, ഡിസംബർ ആവാറായി. അപ്പം എല്ലാവരും പലതരം കേക്കുകളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ആർക്കും കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു കേക്ക് വീട്ടിലുണ്ടാക്കിയാൽ, അതും ഹെൽത്തി ആയിട്ട്, അപ്പം എല്ലാവർക്കും കഴിക്കാം. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കേക്ക് ഇടാമെന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. Today I am going to make a very healthy delicious wheat jaggery dry fruits cake in pressure cooker. So here I am not using any sugar, no maida, no butter, no egg, no pure ghee. So it's completely healthy. ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അവനവന്റെ വീടുകളിൽ ഓവൻ ഇല്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സാധാരണക്കാരായ എല്ലാവരുടെ അടുത്തും ഓവൻ ഉണ്ടാവില്ല. അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓവനിൽ എത്ര ടൈം വേണമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ആട്ട. 1 കപ്പ് ആട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നോർമൽ നമ്മളുടെ സാധാരണ ചായ കുടിക്കുന്ന ടീ കപ്പിന് 150 ml കപ്പാണ് ഇത്. അതിന് 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് ആട്ടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമ്മൾ ഇത് 2 കപ്പ് എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഡബിൾ ആക്കണം. അപ്പോൾ ആട്ടയുടെ കൂടെ നമുക്കിവിടെ വേണ്ടത് ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കര ഞാൻ ചെറുതായിട്ട് ചീവിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അല്പം വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ ഇത് തിളപ്പിക്കുകയോ ഒരുപാട് ചൂടാക്കുകയോ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയോ ചെയ്യാവൂ. മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ 1 മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കേർഡ്. പുളി ഇല്ലാത്ത നല്ല കട്ട തൈരാണ് എടുക്കേണ്ടത്. പുളിയുള്ള തൈര് എടുക്കരുത്, നല്ലപോലെ ഒന്ന് അത് ഉടച്ചു വെക്കണം. പിന്നെ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഒരു 10 ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് കുരുവെടുത്ത് കളഞ്ഞ് ചോപ്പ് ചെയ്തു. കുറച്ച് ആൽമണ്ട്സ്, അതായത് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് വാൽനട്ട്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ബ്ലാക്ക് റേസിൻസ്. ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തത്. അതായത് എനിക്ക് ഇതിന് കുതിർന്നു വന്നു കഴിയുമ്പോൾ 1 കപ്പ് ഫ്രൂട്ട്സ് വേണം. ആ എടുത്തിരിക്കുന്ന ബോൾസ്, ഈ എടുത്തിരിക്കുന്ന ബോൾസിന് 1 ബോളിലോളം എനിക്ക് വേണമായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കുറേശ്ശെ എടുത്തു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സെക്കൻഡ്ലി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ, അതായത് നമ്മളുടെ ഫ്രഷ് മിക്സ്ഡ് ജ്യൂസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട്
2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവൂ. ഉണക്കമുന്തിരി നമ്മളുടെ കറുത്ത ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ആ പച്ച ഉണക്കമുന്തിരിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഹേ ഫ്രണ്ട്സ്, ഹിയർ ഐ ഹാവ് യൂസ്ഡ് 3 tablespoon curd, 1 cup wheat flour and 3/4 cup jaggery, melted jaggery and some chopped dry fruits. We have to soak this all dry fruits in fresh mixed juice. This will give you a very good aroma in the cake. നമ്മൾ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നു അത്രയും ജ്യൂസ് എടുക്കുക. ആ ജ്യൂസിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം 2 മണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഉണ്ടാക്കാവൂ. ഞാനിവിടെ ഈ ടേബിൾ സ്പൂണിന് ഒരു 7 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഓയിലിന്റെ പിന്നെ ജാഗറിയും രണ്ടും മെൽറ്റഡ് ആണ്. പിന്നെ തൈരും ഉടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആട്ട കുഴയ്ക്കുന്നത്. അപ്പൊ ആട്ടയുടെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആയി പോകരുത്. സാധാരണ നമ്മൾ കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുന്നത് പോലെ ഈ കേക്കിന്റെ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വേണ്ടത് കുറച്ച് ആൽമണ്ട്, അതായത് ബദാം ഗാർണിഷിങ്ങിനായിട്ട് വേണം. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക, ചെറിയ കട്ടി കുറഞ്ഞ നീളത്തിലുള്ള സ്ലൈസസ് ആയിട്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞ് ആ കേക്ക് പൊങ്ങി വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അത് മുകളിൽ ആ ഗാർണിഷ് ചെയ്യാനായിട്ട് അങ്ങനെ നീളത്തിൽ തന്നെ ചെറുതായിട്ട് അരിയുക. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്. ഞാനിവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഈ ടീസ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് വേണ്ടത്. ഈ ആട്ടയ്ക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് നമ്മളുടെ ചുക്കുപൊടി അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചുക്ക് നമുക്ക് ഉണങ്ങിയ ചുക്ക് പൊടിച്ചിട്ട് നല്ല തരി പോലുള്ള നൈസ് പൊടിയാക്കി എടുക്കണം. അത് ഒരു പിഞ്ച് മതി, ഒരു നുള്ള്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരല്പം 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. സിനമൺ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറുവപ്പട്ട പൊടി വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് കറുവപ്പട്ട എടുത്തിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്താൽ മതി. നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ നമ്മളുടെ പ്രഷർ കുക്കർ നമ്മൾക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കാണിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ജ്യൂസ് മിക്സ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് കുറച്ച് ഫ്രഷ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതായത് നമ്മൾ ബോട്ടിലൊക്കെ വാങ്ങുന്ന ജ്യൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫ്രഷ് നമ്മൾ എടുക്കുന്ന ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ജ്യൂസ് അതിനൊരു മണം കാണും. ആ ജ്യൂസ് ഒഴിച്ചാൽ മതി. ഏത് ജ്യൂസ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ നല്ലൊരു മണമായിരിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കിട്ടുന്നത്. ഇനി ഇതുപോലെ നമ്മളുടെ വായ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കുക്കർ എടുക്കുക. ഇച്ചിരി വലിയ ഇതുള്ള ഒരു കുക്കർ എടുക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഈ കുക്കറിനകത്തോട്ട് ആ കേക്ക് ഡിഷ് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഈ കുക്കറിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് 4 വശവും കുക്കറിന്റെ താഴെ നല്ലതുപോലെ ഒന്ന് നിരത്തുക. അതായത് കുക്കർ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഉപ്പ് നിരത്തുന്നത്. അതിനകത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വെക്കണം. ഈ സ്റ്റാൻഡ് എൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിന് വലിയ ഉയരമില്ലാതായിപ്പോയി. കുറച്ച് പൊക്കം ഉള്ള കാല് ഉള്ള അതിൻ്റെ സ്റ്റാൻഡ് കിട്ടും. ഇച്ചിരിയും കൂടെ ഹൈറ്റ് ഉള്ള ഒരു ചെറിയ സ്റ്റാൻഡ് കിട്ടും നമ്മൾ ഈ പാത്രം വെക്കാൻ വാങ്ങുന്നത്. ആ ടൈപ്പിലുള്ള ചെറിയൊരു സ്റ്റാൻഡ് അതിനകത്ത് പ്ലേസ് ചെയ്യുക. ഈ സ്റ്റാൻഡ് ഒന്ന് പ്ലേസ് ചെയ്യുക. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് മതി. കാരണം നമ്മൾ ഇതിന് പുറത്താണ് നമ്മളുടെ കേക്ക് ഡിഷ് വെക്കുക. ഞാനപ്പോൾ എൻ്റെ കേക്ക് ഡിഷ് ഒത്തിരി വലുതല്ല, ചെറുതാണ്. ഈ ടൈപ്പിലുള്ള ഒരു കേക്ക് ഡിഷാണ്. അതിനകത്ത് കുറച്ച് ബട്ടർ എടുത്തിട്ട് 4 വശം ഒന്ന് തൂത്ത് കൊടുക്കുക. ആ ബട്ടർ നമ്മൾ എന്തിനാ തൂത്ത് കൊടുക്കുന്നത്? നമ്മൾ ഗ്രീസ് ചെയ്യുകയാണത്. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്ത് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് ഒന്ന് ഇതൊരു ചൂടാക്കി എടുക്കണം ആദ്യം. ഈ
ഇപ്പം ഇത് നമുക്കൊന്ന് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കണം. ഇപ്പം കുക്കറിന് ചൂടില്ല. ഞാൻ കുക്കർ പ്രീ ഹീറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമ്പോൾ നമ്മളുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ കേക്ക് ഡിഷ് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം പ്രഷർ കുക്കർ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക, പ്രഷർ കുക്കർ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആ കേക്ക് ഡിഷിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഓവനിൽ വെക്കുന്നത് പോലെ ഇതിൽ കേക്ക് ഡിഷ് പുറത്തെടുത്തിട്ട് ഒഴിക്കാൻ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇതിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ ഇതൊന്ന് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് 5 to 10 മിനിറ്റ് ഹൈ ഹീറ്റിൽ ചൂടാക്കുക. കുക്കറിന്റെ ലിഡ് നമുക്കെടുത്ത് കവർ അടയ്ക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ അതിന്റെ ഗ്യാസ് കട്ട ആ റബ്ബർ എടുത്ത് മാറ്റണം, പ്ലസ് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം അടച്ചു വെക്കാൻ. തേർഡ് സ്റ്റെപ്പ്, അതായത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യണം. ആദ്യം ഒരു വലിയ ബോൾ എടുക്കുക, അതിലോട്ട് ആട്ടയിട്ട് കൊടുക്കുക. ഇനി നമ്മളുടെ ഡ്രൈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതായത് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വിസ്ക് ഇറ്റ് വെൽ. ആൻഡ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ. സിനമൺ പൗഡർ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. സിനമൺ പൗഡറിന് ഭയങ്കര മണമാണ്, ഒരുപാട് ആഡ് ചെയ്യരുത്, 1/4 ടീസ്പൂൺ ധാരാളമാണ്. ആൻഡ് ഒരു പിഞ്ച് ഓഫ് നമ്മളുടെ ഡ്രൈ ജിഞ്ചർ അതും ആഡ് ചെയ്ത് കൊടുത്തു, അതായത് സോൾട്ട് പൗഡർ. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഡ്രൈ ഐറ്റംസ് എല്ലാം ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മളുടെ തൈരും എണ്ണയും ഡ്രൈ ഫ്രൂട്ട്സും ജാഗറിയും ഒക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ. ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്യുക ഒരു 2 to 3 മിനിറ്റ്. അതുപോലെ നമുക്ക് ഈ ബാറ്റർ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് കേക്കിലേക്ക് പോലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറേ നേരം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അത് ഫ്രൂട്ട്സും ആട്ടയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇനി ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കുക. കർഡ്, ആഡ് കർഡ് ആൻഡ് ഓയിൽ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിക്വിഡ് ഐറ്റംസ് എല്ലാം, അതായത് ശർക്കരപ്പാനിയും തൈരും ഓയിലും കൂടെ പിന്നെ നമ്മളുടെ വാനില എസൻസ്, ഈ ലിക്വിഡ് ഐറ്റംസ് എല്ലാം കൂടെ വേറൊരു ബോളിൽ നല്ലതുപോലെ വേറെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം മധുരം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒരല്പം കൂടെ ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഇതിനിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നല്ല മധുരമുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കണേ, അതുകൊണ്ട് അതൊരു കറക്റ്റ് അളവാണ്. ഇനി നമുക്ക് അല്പം വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വാനില എസൻസ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എഗെയിൻ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. വാനില എസൻസ് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എഗെയിൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തു. നമ്മളുടെ കേക്ക് ഡിഷ് ഇവിടെ കുക്കറും കേക്ക് ഡിഷും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇത് ഒന്ന് തൊട്ട് നോക്കുക, ചൂട് നമുക്കറിയാൻ പറ്റും. ഒരിക്കലും അത് കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കരുത്, കൈ പൊള്ളും. കേക്ക് ഡിഷിലോട്ട് നമ്മൾക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ അത് ശരിക്ക് പിടിക്കുക. ആ സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ബോളൊന്നും താഴെ വീണ് പോകാതെ പിടിക്കണം. കാരണം വലിയ ബോളൊക്കെ ആണെങ്കിൽ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ച് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കരുത്. കേക്ക് ഡിഷിന്റെ ഒരു പകുതി അല്ലെ 1/4 ഭാഗത്തോളെ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഒരു സ്പൂൺ എടുത്തെങ്ങാണ് ഒന്ന് ലെവലാക്കുക. അതുപോലെ ഫുൾ നിറച്ചൊഴിച്ചു കൊടുക്കരുത്. കേക്ക് പൊങ്ങി വരാൻ അല്പം സ്ഥലം അതിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്, അതായത് ബദാം ഒന്ന് മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഗാർണിഷ് ചെയ്യുക. അതായത് ആ കേക്ക് വെന്ത് മേളോട്ട് പൊങ്ങി വരുമ്പോൾ അത് നല്ല രസമായിരിക്കും. ആ മുകളിൽ തന്നെ നിൽക്കും. അത് എത്രയും ബദാം ഉണ്ടോ അത് ഫുൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പം ഞാനിവിടെ ഈ കുക്കറിന്റെ കവർ എടുത്തു നമുക്ക് അടയ്ക്കാനായിട്ട്. ഇതിന്റെ മേളിൽ നിന്ന് ആ വെയിറ്റ് എടുത്ത് മാറ്റുക. അകത്തുനിന്ന് ഈ ഗ്യാസ് കട്ട് എടുത്ത് മാറ്റണം. ആ ഒരു നമ്മളുടെ ഒരു വാഷർ ഇല്ലേ, അതെടുത്ത് മാറ്റണം മറക്കാതെ. അല്ലെങ്കിൽ അത് അകത്ത് ചൂടടിച്ച് ഉണങ്ങിയിട്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം മറക്കാതെ ആ ഗ്യാസ് കട്ട് എടുത്ത് മാറ്റുക. മേളിൽ നിന്നും വെയിറ്റ് എടുത്ത് മാറ്റുക. നമുക്ക് ഒന്ന് അടച്ചു വെക്കുക. വെയിറ്റ് ഇല്ലാതെ, ഗ്യാസ് കട്ട് ഇല്ലാതെ. ഇപ്പം ഇത് ആദ്യത്തെ ഫസ്റ്റ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞുള്ള ഒരു 50 to 55 മിനിറ്റ് എടുക്കും കറക്റ്റ് ഇതൊന്ന് വേവാനായിട്ട്. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം. ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു നൈഫ് ഇട്ടിട്ട് എങ്ങാനും ഒന്ന് കുത്തി നോക്കുക. If you are using a oven, it will take 35 minutes in 180 degree. So, our tasty, delicious cake is ready after 55 minutes. You can check the color and all. Wow, it's looking like, chocolate cake. If even we didn't add any chocolate. വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേക്ക്. ഇപ്പോൾ അത് ഭയങ്കര ചൂടാണ് കുക്കർ. സോ ഡോണ്ട് ടച്ച് ഇൻ ദ കുക്കർ. ഇറ്റ്സ് ടു ഹോട്ട് റൈറ്റ് നോ. ലെറ്റ് ഇറ്റ് കൂൾ ഫോർ സം ടൈം. അതുപോലെ ഒരു സ്റ്റിക്കോ നൈഫോ എന്തെങ്കിലും ഇട്ട് നോക്കുക. ലുക്ക് അറ്റ് ദാറ്റ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി കംസ് ക്ലീൻ ഔട്ട്. അപ്പം ഇത് എന്തെങ്കിലും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചു നേരം കൂടെ അടച്ചു വെക്കാവുന്നതാണ്. So friends, our delicious, tasty wheat jaggery dry fruits cake is ready to serve. Make small pieces and you can serve it. Look at that, this cake is very softy and tasty. ഒരുപാട് ടേസ്റ്റ് ഉള്ള കേക്കാണ്, സോഫ്റ്റ് ആണ്. യു ക്യാൻ സീ ദാറ്റ് അത് ടെക്സ്ചർ എല്ലാം നല്ലൊരു പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്ക് പോലെയാണ്. Wheat jaggery cake is completely healthy and perfect. Please don't forget to subscribe my channel. Thank you so much for watching. Please keep watching, keep sharing, keep subscribing. Next video യുമായി വരുന്നത് വരെ take care. Bye bye. Thank you. Eat healthy, stay healthy.